ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സിമൻറ്റ് കൊണ്ട് ഒരു ആൻറ്റിക് ലുക്കിലുള്ള ഒരു അടിപൊളി ചെടിച്ചട്ടിയാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകിച്ച് മോൾഡൊന്നും വേണ്ട. മോൾഡിന് പകരം നമ്മൾ മണ്ണല്ലെങ്കിൽ മണൽ അല്ലെങ്കിൽ പാറപ്പൊടി എന്നിവയാണ് എല്ലാ വീഡിയോയിലും എടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ കുറച്ച് മണ്ണ് അതിനകത്ത് നിറച്ച് കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മണ്ണിന് പകരം മണലായിരുന്നാലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സിമൻറ്റും വെള്ളം കൂടെ മിക്സ് ചെയ്തതും കുറച്ച് പഴയ കോട്ടൺ തുണിയും. അപ്പോൾ ആ തുണി സിമൻറ്റിലൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ മോൾഡിന് പകരം എടുത്തിരിക്കുന്ന മണ്ണിൻ്റെ ചുറ്റാതെ ഒന്ന് ചുറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് കുറച്ച് കെട്ടുകമ്പിയാണ്. അപ്പം ഈ കെട്ടുകമ്പിക്ക് പകരം നെറ്റായിരുന്നാലും നിങ്ങളെ കൈവശമുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കെട്ടുകമ്പിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം കെട്ടുകമ്പി എത്ര ലെയർ വേണോ ചുറ്റി കെട്ടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സിമൻറ്റ് പൊടി ആ തുണിയുടെ പുറത്ത് നല്ലവണ്ണം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് സിമൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം അതിന് സിമൻറ്റ് ഒന്നും മണലൊന്നും തുല്യ അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ എത്ര ആവശ്യമുണ്ടോ അത്രയും എടുക്കുക. നമ്മുടെ എല്ലാ വീഡിയോയിലും ഒന്ന് എന്ന അളവിലാണ് എടുക്കുന്നത്, സിമൻറ്റ് ഒന്നും മണലൊന്നും. എന്നിട്ട് പിന്നെ നമ്മൾ മോൾഡിന് ചുറ്റാതെ ഏകദേശം ഒരു 3/4 ഇഞ്ച് കനം റൗണ്ട് ചെയ്ത് വരത്തക്ക രീതിയിൽ നല്ലവണ്ണം സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ കരണ്ടി കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് ഏകദേശം മുകൾ സൈഡിൽ ഒരു ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ എല്ലാ സൈഡും സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ എല്ലാ സൈഡും സിമൻറ്റ് റൗണ്ടിന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മണലും സിമൻറ്റും കൂടെ മിക്സ് ചെയ്ത വെള്ളം ചേർക്കാത്ത പൊടിയാണ്. അപ്പോൾ ആ പൊടി നമുക്ക് ഇതിൽ തേച്ച് പിടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സിമൻറ്റിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പം പെട്ടെന്ന് നമ്മൾ തേച്ച് പിടിപ്പിച്ച സിമൻറ്റ് ഉണങ്ങി കിട്ടും. അതിനുവേണ്ടിയാണ് സിമൻറ്റ് പൊടിയും മണലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏകദേശം ആ സിമൻറ്റ് നമ്മൾ വെച്ച സിമൻറ്റും മണൽ പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ചെറിയൊരു പലക പീസ്, ഒരു ലെവലുള്ള ഒരു പലക പീസ് കൊണ്ട് ചുറ്റാത്ത റൗണ്ട് ഷേപ്പ് തന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് റൗണ്ടിന് ചുറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പൊക്കെ ഏകദേശം ഒരു വൃത്തിക്ക് കിട്ടും. അതിന് ശേഷം പിന്നെ എവിടെയെങ്കിലുമൊക്കെ പറ്റാനുള്ളത് ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് നല്ലവണ്ണം മുകളും താഴെയും നല്ലവണ്ണം റൗണ്ടിന് ചുറ്റിയെടുക്കുക. അപ്പോൾ റൗണ്ടിന് ചുറ്റിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അതിനെ മൊത്തത്തിലൊന്ന് ഒരു ചെറിയൊരു ഗ്രിപ്പ് വരത്തക്ക രീതിയിൽ ഒന്ന് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം തടവി വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏറ്റവും അടിയിലൊരു ബോർഡർ പിടിക്കണം. ഏകദേശം ഒരു 1/2 ഇഞ്ച് വീതി മതിയാവും. അപ്പോൾ നമ്മളെ വീഡിയോ കാണിക്കുന്ന കണക്ക് ഒരു ചെറിയൊരു ബോർഡറും കൂടെ അടി സൈഡിൽ പിടിക്കും. ബോർഡറിൻ്റെ സിമൻറ്റൊക്കെ അടി സൈഡിൽ ഇട്ടതിന് ശേഷം അതും ഉണങ്ങാൻ വേണ്ടി വേണമെങ്കിൽ മണലും സിമൻറ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്ത പൊടി അതിലും കൂടെ നല്ലവണ്ണം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ തേച്ച് പിടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ മൊത്തം നല്ല നനഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ആ അടിയിൽ ഏകദേശമൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് കരണ്ടിക്ക് ഏകദേശം ഒരു 1/4 ഇഞ്ച് വീതിക്ക്, ചെടിച്ചട്ടിയിൽ നിന്ന് 1/4 ഇഞ്ച് വീതിക്ക് ബോർഡറിൻ്റെ കനം വരത്തക്ക രീതിയിൽ മൊത്തം റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്തെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ഒരു ചെറിയൊരു ഡിസൈനിലൊക്കെ ചെറിയ ഒരു കുഴുവും വരകളൊക്കെ കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു കത്തിയോ കരണ്ടിയോ ആയിരുന്നാലും മതി. മൂർച്ചയുള്ള ചെറിയ കത്തി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. ഇപ്പോൾ അടിയിലത്തെ ബോർഡറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്രൂവുകൾ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു കയറോ പ്ലാസ്റ്റിക് ചരടോ എന്തെങ്കിലും റൗണ്ടിന് ചുറ്റാതെ പിടിച്ച് വീതി കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പ്രത്യേക ലെവലൊന്നും വേണ്ട, നമുക്ക് ആ കത്തി കൊണ്ട് തന്നെ ചെറുതായിട്ട് കുഴിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം. അതേ കണക്ക് മുകളിൽ തൊട്ട് താഴെ വരെ നമുക്ക് എത്ര വീതി കിട്ടുമോ അത്രയും ബോർഡർ സ്റ്റെപ്പായിട്ട് താഴോട്ട് ചെയ്തെടുക്കാം. ബോർഡറെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ബോർഡറെല്ലാം ഗ്രൂ എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ ബ്രഷ് കൊണ്ട് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ചെടിയുടെ ടോപ്പിൽ ഒരു 3, 4, 5 ഹോളം കിട്ടിയിരിക്കുന്നു ചെടിച്ചട്ടിയുടെ അടിസൈഡിലെ വെള്ളം കളയാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ പേനായിട്ടുള്ള ചെറിയ ഹോളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 3 ദിവസം നല്ലവണ്ണം ഉണങ്ങാനൊക്കെ വെച്ചിട്ട് നനച്ചു കൊടുത്തതിന് ശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചെടിച്ചട്ടി എടുത്ത് അതിനകത്തുള്ള മണ്ണും എല്ലാം എടുത്ത് കളഞ്ഞ് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടിയുടെ ഏറ്റവും അകസൈഡിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് അതിൻ്റെ താഴോട്ട് മൊത്തം സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് തേച്ച് വൃത്തിയാക്കി അകസൈഡ് എടുക്കാം. ഞാൻ ഏകദേശം ഒരു 1 ഇഞ്ച് താഴ്ത്തി ഉള്ള ഒരു ചെറിയ ബോർഡറായിട്ട് മാത്രമേ അകം തേക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അകസൈഡ് മൊത്തം നല്ല സിമൻറ്റ് നല്ല ലൂസിനൊഴിച്ച് കറക്കി എടുത്താലും മതി. അപ്പോൾ അതൊന്ന് ചെറിയൊരു വൃത്തി വരാൻ വേണ്ടിയാണ് ഞാൻ അകസൈഡ് മാത്രം 1 ഇഞ്ച് വീതിക്ക് ചെറുതായിട്ട് സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ അടുത്ത ഡിസൈൻ എന്ന് പറയുമ്പോൾ ചെറിയതായിട്ടുള്ള പൂക്കളും ചെറിയ ഇലകളും ഒക്കെ കൊടുക്കാനുള്ളതാണ്. ചെറിയൊരു ആൻറ്റിക് ലുക്കിൻ്റെ ആ ഒരു ലുക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുവേണ്ടി സിമൻറ്റ് ഒരു ചെറിയൊരു ചാതകനത്തിന് തേച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ കൊടുക്കാം. ഇഷ്ടപ്പെട്ട പൂവും ഇലകളൊക്കെ സിമൻറ്റിൽ തന്നെ റൗണ്ട് ചെയ്തൊന്ന് സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് പൂവൊക്കെ ഒരു ചെറിയൊരു കത്തിയുണ്ടി തന്നെ പൂവിൻ്റെ ഇതിലൊക്കെ ഒന്ന് വരച്ചിട്ട് ആവശ്യമില്ലാത്ത ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം. പൂവിൻ്റെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ചുറ്റാതെ റൗണ്ടിന് വരുന്ന ആ ഒരു വള്ളിയൊക്കെയാണ്. അപ്പോൾ ആ വള്ളിയൊക്കെ ഒന്ന് വളച്ചും തിരിച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരൊറ്റ ലെവലിന് വേണ്ട, വളച്ച് തിരിച്ചും കട്ട് ചെയ്തെടുത്ത് നമ്മൾ ആ കത്തി കൊണ്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പം ഒരുപാട് ഫിനിഷിങ് അങ്ങനെയുള്ള ഒന്നും വേണ്ട. പിന്നെ അതിനുശേഷം അടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് ഇലകളാണ്. ഇലകളൊക്കെ സിമൻറ്റ് മണലോട് മിക്സ് ചെയ്ത് തന്നെ ശകലം ഒന്ന് കട്ടിക്ക് ഇലയുടെ ആകൃതിയിൽ ചെറുതായിട്ടൊന്ന് വെച്ച് ആ കത്തി കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ആ ഇലയുടെ ആകൃതിയിൽ ഒന്ന് വെട്ടിയെടുത്താൽ മാത്രം മതി. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളാണ്, വലിയ പാടൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതേ കണക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ആ ഇലയുടെ അകത്തുള്ള ആ ഒരു ആ തണ്ടിൻ്റെ ഒരു ആകൃതിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിനകത്തുള്ള ചെറിയ വരകളൊക്കെ കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു ഇലയുടെ ആകൃതിയിലുള്ളത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതേ കണക്ക് ചുറ്റാതെ നിങ്ങൾക്ക് എവിടെയൊക്കെ വേണോ അവിടെ എല്ലാം ഇതേ കണക്ക് തന്നെ സിമൻറ്റ് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇലയുടെ ആകൃതിയിൽ വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പിലും കൂടെ ചെറുതായിട്ട് വരയും കുറിയൊക്കെ നല്ല കുഴിച്ച് തന്നെ കത്തി ഉപയോഗിച്ച് തന്നെ വരച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഏകദേശം 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തെളിച്ച് നനച്ച് കൊടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പെയിൻറ്റിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ കളറും ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പോൾ ആക്രിലിക്കിൻ്റെ ആദ്യത്തെ ഒരു കോട്ട് മൊത്തത്തിൽ ബ്ലാക്ക് ഒന്ന് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള കളർ എന്ന് പറയുമ്പം ബ്രൗണും റെഡും യെല്ലോയും കൂടെ. അപ്പോൾ അതിന് തുല്യ അളവിൽ വേണ്ട, ബ്രൗണ് കുറച്ച് മതി. അപ്പം റെഡും യെല്ലോയും മാത്രം തുല്യ അളവിലെടുക്കുക. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ സൈഡിലും പറ്റണ്ട, ചെറുതായിട്ട് ഓട്ടിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇലകളിലൊക്കെ ആക്രിലിക്കിൻ്റെ പച്ചയും പൂക്കളിലൊക്കെ ഞാൻ കൊടുക്കുന്നത് ആദ്യം മഞ്ഞയും ചുവപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു ഓറഞ്ചിൻ്റെ ഒരു അകസൈഡ് മാത്രം കൊടുത്ത് പിന്നെ അതിൻ്റെ വെളി സൈഡിലോട്ട് ആക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കളർ ഏത് കളറാണോ ഇഷ്ടമുള്ളത് അത് തിരഞ്ഞെടുക്കുക. പിന്നെ അതിനുശേഷം ഇലകളിൽ മാത്രമേ അടുത്ത കളറുള്ളൂ. അത് സാധാ പച്ച കളർ തന്നെയാണ് ആക്രിലിക്കിൻ്റെ. അപ്പോൾ നമ്മൾ കളറെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഷെയ്ഡിന് വേണ്ടി ആക്രിലിക്കിൻ്റെ സിൽവർ കോട്ടാണ് നൈസായിട്ടൊന്ന് ഓട്ടിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.